ഞാനിന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 17ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. അത് 2 പാർട്ടായിട്ടാണ് വായിക്കുന്നത്. പാർട്ട് 1, 2 തരം ശിക്ഷകൾ. ദൈവം 2 ശിക്ഷകൾ അയക്കും. ഒന്നാമത്തേത് യുദ്ധങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മറ്റു തിന്മകളുടെയും രൂപത്തിലായിരിക്കും. രണ്ടാമത്തെ ശിക്ഷ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന 3 ദിവസത്തെ അന്ധകാരമായിരിക്കും. അത് സംഭവിക്കുക എൻ്റെ പരമപരിശുദ്ധ കൂദാശകളുടെയും കുരിശുമരണത്തിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും ദിനങ്ങളായ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിരിക്കും. ആ 3 ദിവസങ്ങളിൽ ഭൂമി അന്ധകാരത്താൽ മൂടപ്പെടും. നരകം ഭൂമിയിൽ തുറന്നു വിടപ്പെടുകയും ചെയ്യും. വിശ്വാസമോ എൻ്റെ ശക്തിയിൽ ശരണമോ ഇല്ലാത്തവർ ഭയം കൊണ്ട് മരിക്കത്തക്ക വിധം ഇടിയും മിന്നലും സംഭവിക്കും. അതിഭയാനകമായ ആ അന്ധകാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനാലകൾ ഒന്നും തന്നെ തുറക്കരുത്. കാരണം ആ ദിവസങ്ങളിലെ ഭൂമിയെയും അതിൻ്റെ ഭീതിതമായ നിറപ്പകർച്ചയും കണ്ടുകൊണ്ട് നിൽക്കാൻ ആർക്കും സാധിക്കില്ല. വിധിയുടെ പ്രഹരമേറ്റ ഭൂമി പ്രകമ്പനം കൊള്ളുകയും മനുഷ്യരുടെ ഭയം അധികരിക്കുകയും ചെയ്യും. ശിക്ഷയുടെ ആ ദിവസങ്ങളിൽ ആകാശം അഗ്നിയാൽ കത്തിജ്വലിക്കും. ഭൂമി പിളർന്നു മാറും. അഭയകേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ഒരാൾ പോലും അതിനെ അതിജീവിക്കില്ല. അപ്പോൾ വിലാപത്തിൻ്റെ ആ നാളുകളിൽ അനേകം ഭൂകമ്പങ്ങളെക്കാൾ ശക്തമായ ഒരു ഭൂകമ്പം സംഭവിക്കും. ആശീർവദിച്ച മെഴുകുതിരികൾ സ്ഥാപിച്ചിരിക്കുന്ന പീഠങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ വസ്തുക്കളും ആ ഭൂകമ്പത്തിൽ ഇളകും. അന്ധകാരത്തിൻ്റെ വേളയിൽ ദുഷ്ടപിശാചുകൾ വൃത്തികെട്ട രൂപങ്ങൾ ധരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. രക്തമൊഴുകുന്നതുപോലെ ചുവന്ന മേഘങ്ങൾ ആകാശത്തിൽ കാണപ്പെടും. ഇടിമുഴക്കം ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുകയും മിന്നൽ അപ്രതീക്ഷിതമായി ആകാശത്തെ പ്രഹരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയും സമുദ്രം ഉയരുകയും അതിൻ്റെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഭൂഖണ്ഡങ്ങളുടെ മേൽ പതിക്കുകയും ചെയ്യും. ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും സാത്താൻ ഓടി നടക്കുന്നതിൻ്റെ അലർച്ചകൾ നിങ്ങൾ കേൾക്കും. ലൂസിഫറിൻ്റെ ശബ്ദം തന്നെ. നിങ്ങൾ ഈ അടയാളങ്ങൾ സഭയിലും കാണും. സഭാ നിയമങ്ങൾ ലംഘിക്കുന്നത്, വ്യാജമായ ആരാധന, ദേവാലയങ്ങളിലെ വണക്കക്കുറവായ പെരുമാറ്റവും ദേവാലയങ്ങൾക്ക് ചേരാത്ത തരത്തിലുള്ള അശുദ്ധമായ വസ്ത്രധാരണവും, പള്ളിയിൽ വരുന്നവരുടെ എണ്ണത്തിലുള്ള ഇടിവ്, അടച്ചുപൂട്ടപ്പെടുന്ന ദേവാലയങ്ങൾ, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പള്ളികൾ, നിസ്സംഗത, ഭിന്നത, കലഹങ്ങൾ, ദൈവഭയമില്ലായ്മ, ദൈവത്തിനെതിരെ മറുതലിക്കുന്നത്, സ്വന്തം അറിവിലുള്ള മനുഷ്യൻ്റെ അഹങ്കാരം, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അസന്മാർഗികത, വ്യഭിചാരവും മ്ലേച്ഛമായ ഫാഷനുകളും ഇവയൊക്കെ നിങ്ങൾ കാണും. തിന്നാനും കുടിക്കാനും നൃത്തം ചെയ്യാനും മറ്റു വിധത്തിലുള്ള സുഖങ്ങൾ നുകരാനും മാത്രമേ മനുഷ്യർക്ക് താൽപ്പര്യം ഉണ്ടാവുകയുള്ളൂ.